ഹായ് എവ്രി വൺ, വെൽക്കം ടു വെറാന്ത റേസ്. ഞാൻ റീമ. അപ്പോൾ ഇന്നും നമ്മൾ കാണാനായിട്ട് പോകുന്നത് SSC CGLയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രാക്ടീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും 9-ാം തീയതി തൊട്ട് നമ്മുടെ CGL എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് തന്നെ എഴുതുക. സോ ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ 9 to 13 ആണ്. അപ്പോൾ ആ ടൈമിലുള്ളവരെല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ ഓരോ ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഇഡിയമാണ് തന്നിരിക്കുന്നത്. ആ ഇഡിയത്തിൻ്റെ മീനിങ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫുൾ ഓഫ് ബീൻസ്. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് സെഷനാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയണം. ഫുൾ ഓഫ് ബീൻസ് ഭയങ്കര അപ്സെറ്റ് ആണോ, ലൈവ്ലി ആൻഡ് എനർജറ്റിക് ആണോ, ഫുൾ ഓഫ് ക്രേസി ഐഡിയാസ് ആണോ, അതോ ഇൻ ഗുഡ് ഹെൽത്ത്? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? പറയും. ഫുൾ ഓഫ് ബീൻസ്. ഇത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ CGL വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? പറയും. റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ 1-2 പേര് ഇതുപോലെ റെക്കോർഡ് സെഷനകത്തൊക്കെ ഡൗട്ടുകളുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഡൗട്ടുകളുള്ളത് നിങ്ങൾ ചോദിച്ചോ കേട്ടോ, ഞാനത് ആൻസർ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സോ ഫുൾ ഓഫ് ബീൻസ്. ഈ ബീൻസ് വെച്ചിട്ടുള്ള നമുക്ക് വേറെ ഒരു ഇഡിയം ഉണ്ട് അല്ലേ? അതേതാ? സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ട് പുറത്ത് വരുന്നതിന്. ഇതെന്താണ്? ഫുൾ ഓഫ് ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈവാണ്, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആണ്, ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഭയങ്കര ലൈവ്ലി ആൻഡ് എനർജറ്റിക് എന്നാണ്. ഭയങ്കര ലൈവ് ആൻഡ് എനർജറ്റിക് എന്നാണ് ഓപ്ഷൻ 2. അപ്പോൾ ഫുൾ ഓഫ് ബീൻസ്, അതായത് നമ്മുടെ ബീൻ ബാഗ് ഒക്കെ ഇല്ല, അതൊന്ന് ആലോചിച്ചാൽ മതി. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ബീൻ ബാഗിനകത്ത് എന്താണ്? ഫുൾ ഓഫ് ബീൻസ് ആണ്. അത് കണ്ടിട്ടുണ്ടല്ലോ, തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത് റീഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബീൻ ബാഗ് ഒക്കെ. അപ്പം അതിനകത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്ന് വിചാരിക്കണം. ഓക്കെ, സോ അങ്ങനെ ഓർത്താൽ മതി. ഫുൾ ഓഫ് ബീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈവായിട്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട്. ഓക്കെ, ആൻഡ് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രറ്റ്. അപ്പോൾ ബീൻസ് വെച്ചിട്ടുള്ള 2 ഇഡിയംസ് ആണ് കേട്ടോ. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ എ സീക്രറ്റ്. ഓക്കെ, എങ്കിൽ അടുത്ത ഇഡിയം നമുക്ക് കാണാം അല്ലേ? യെസ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത ഇഡിയം അല്ല, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. വാ. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് ആണ്, നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ആക്കി മാറ്റണം. ദ ടീച്ചർ സെഡ് ടു മോഹിത്, ഗോ ടു യുവർ സീറ്റ് ആൻഡ് സിറ്റ് ക്വയറ്റ്ലി. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാമല്ലോ. The teacher said to Mohit, go to your seat and sit quietly. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് ടെൻസ് മാറും. ഓക്കെ, ടെൻസ് മാറുന്ന ഒരേ ഒരു കേസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനാണ്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിനകത്താണ്. പിന്നെ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് ടെൻസ് മാറുന്നതിനൊരു കണ്ടീഷനുണ്ട്. എപ്പോഴാണ്? നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ആയിരിക്കുമ്പോൾ കേട്ടോ. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ആണെങ്കിൽ മാത്രം ടെൻസ് മാറ്റുക, അല്ലെങ്കിൽ ടെൻസ് മാറ്റരുത്. റിപ്പോർട്ടിംഗ് വേർബ് എങ്ങാനും പ്രസൻറ്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റില്ല. ഒൺലി വെൻ റിപ്പോർട്ടിംഗ് വേർബ് ഇസ് ഇൻ പാസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് ദ ടെൻസ്. ഇനി ഓപ്ഷൻസ് നോക്കിയിട്ട് പറയൂ, എന്താണ് ആൻസർ? റിക്വസ്റ്റഡ് മോഹിത് ടു ഗോ ടു ഹിസ് സീറ്റ് ആൻഡ് സിറ്റ് ക്വയറ്റ്ലി ആണോ? Instructed Mohit to go to his seat and sit quietly. Instructed Mohit that he must go to. ആദ്യം തന്നെ ഇത് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? റിക്വസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ആവാം. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ ഒരിക്കലും കൺജങ്ഷൻ ദാറ്റ് വരില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 പോയി. ഓക്കെ, ഓപ്ഷൻ 3 വരത്തില്ല, കാരണം കൺജങ്ഷൻ എന്താണേലും ദാറ്റ് അല്ല. അടുത്തതോ, ദ ടീച്ചർ ടോൾഡ് മോഹിത് ടു ഗോ ടു യുവർ സീറ്റ്. സി, ഈ പറയുന്ന ടീച്ചർ മോഹിത്തിൻ്റെ അടുത്ത് നേരിട്ട് പറയുന്നതാണ് ഗോ ടു യോർ സീറ്റ് എന്ന് അല്ലേ? പിന്നെ നമ്മൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ഗോ ടു യോർ സീറ്റ് തന്നെയാണ്, അത് മാറുന്നൊന്നും ഇല്ലേ? അവൻ്റെ സീറ്റിലോട്ട് പോയിരിക്കാനല്ലേ പറഞ്ഞത്. സോ 4th ഓപ്ഷൻ തെറ്റാണോ? 1 ആണോ 2 ആണോ? ദ ടീച്ചർ റിക്വസ്റ്റഡ് ആണോ അതോ ഇൻസ്ട്രക്റ്റഡ് ആണോ? റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്ലീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് തന്നിട്ടില്ല ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ അതൊരു റിക്വസ്റ്റ് അല്ല. ഓക്കെ, അതൊരു റിക്വസ്റ്റ് അല്ല. പിന്നെ പറയുക ചെയ്തത്, ഇൻസ്ട്രക്ട് ചെയ്യുക ചെയ്തത്. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. The teacher instructed Mohit to go to his seat and sit quietly. Okay, your seat എന്നുള്ളത് മോഹിത്തിൻ്റെ സീറ്റാണ്, അതാണ് ഹിസ് സീറ്റ് എന്ന് വന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ടോൾഡ് വന്നൂടെന്ന് ചോദിച്ചാൽ ടോൾഡ് വേണമെങ്കിൽ വരാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഏത് മോഡാന്നുള്ള രീതിയിൽ ആ ഒരു ടോണും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്റ്റഡ്, നീ അവിടെ പോയി ഇരിക്കുക എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ്, ഇൻസ്ട്രക്ട് ചെയ്തു എന്നാണ്. സോ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാക്ട് റിപ്പോർട്ടിംഗ് വേർബ് അവിടെ കണ്ടെന്ന് വരില്ല. അപ്പോൾ തമ്മിൽ ഭേദം ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി CGL എക്സാമിന് ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസിനകത്ത് ഈ പറയുന്ന ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ Tier 1-നകത്ത്. ഓക്കെ, അപ്പോൾ സ്പീച്ച് മസ്റ്റായിട്ട് പഠിച്ചോണം. ഒരു 4 to 6 മാർക്സ് ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ശരിയാക്കിയാൽ ആ 4 to 6 മാർക്സ് കിട്ടും, അല്ലെങ്കിൽ പോയാൽ ഉള്ളതും കൂടെ പോകും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ആൻറ്റണിം ആണ്, ഓപ്പോസിറ്റാണ് വേണ്ടത്. അല്യൂറിങ്, ഓപ്പോസിറ്റ് ഓഫ് അല്യൂറിങ്. അല്യൂറിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അല്യൂറിങ്. ഓപ്പോസിറ്റ് ആണ് വേണ്ടത്, ഓപ്പോസിറ്റ് ഓഫ് അല്യൂറിങ്. ഓക്കെ, ആദ്യം അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കണം. മീനിങ് എന്താണെന്ന് നോക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ്റെ ആ പല ഓപ്ഷൻസിൽ മീനിങ്ങും ഓപ്പോസിറ്റും ചിലപ്പോൾ തന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് തന്നെ നോക്കുക. അല്യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് എന്നാണ്. ഓക്കെ, ഭയങ്കര അട്രാക്റ്റീവ്. അല്യൂറിങ് ഗേൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗേൾ എന്നാണ് അല്യൂർ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലു അർജുൻ അല്ലേ? അല്ലു അർജുൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. ഓക്കെ, സോ അല്ലു അർജുൻ ഭയങ്കര അട്രാക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഓർത്താലും മതി, അല്ലു അർജുൻ. അപ്പോൾ അല്യൂറിങ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്. ഇനി ഓപ്പോസിറ്റാണ് വേണ്ടത്. ഏതാന്ന് പറഞ്ഞേ? ഓപ്പോസിറ്റ്. ഇൻട്രസ്റ്റിംഗ്, ചാമിങ്, റിപ്പൾസീവ്, ഗ്ലാമറസ്. ഒരൊറ്റ നെഗറ്റീവ് വേർഡ് ഇതിനകത്ത് കിടപ്പുള്ളൂ അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ 3, റിപ്പൾസീവ്. ഓക്കെ, റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റിംഗ് അല്ല, ഒട്ടും അട്രാക്റ്റീവ് അല്ല. ചിലപ്പം ആ ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞ് നടന്നിരിക്കും അല്ലേ? റിപ്പൾഷനാണ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? ലൈക്ക് പോൾസ് അട്രാക്ട്, അൺലൈക്ക് പോൾസ് റിപ്പൽ. ഓക്കെ, ആ സാധനം തന്നെ. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. അപ്പോൾ റിപ്പൾസീവ് ആണ്, തിരിഞ്ഞു. അൺലൈക്ക് പോൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ആ റിപ്പൾസീവ് റിപ്പൽ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ. ഇൻട്രസ്റ്റിംഗ്, ചാമിങ്, ഗ്ലാമറസ് അതൊക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അല്യൂറിങ്, അല്ലു അർജുനെ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A hole is in my pocket. Sentence improvement ആണ്. A hole is in my pocket. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ, ആ തന്നിരിക്കുന്ന പാർട്ട് ഓക്കെ ആണെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ്, ഒരു ഇംപ്രൂവ്മെൻറ്റും വരുത്തണ്ട. അതല്ലെങ്കിൽ ഓപ്ഷൻ സിന്ന് കറക്റ്റാണ് ഏതാണെന്ന് നോക്കി പറയാം. A hole is in my pocket. എൻ്റെ പോക്കറ്റിനകത്ത് ഒരു ഹോൾ ഉണ്ടെന്നാണ്. ഇത് കറക്റ്റാണോ? A hole is in my pocket അങ്ങനെ പറയുമോ? A hole ആറെന്ന് പറയോ? ഇല്ല, അത് പറയത്തില്ല അല്ലേ? ദാറ്റ് ഇസ് റോങ്. A hole there is അല്ല, there is എന്ന് തന്നെ വരണം. A hole there is എന്നല്ല, അതും പോയി. A hole is in my pocketനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? പോക്കറ്റിനകത്ത് ഒരു ഹോൾ ഉണ്ട് എന്നാണ്. അപ്പം അത് പറയാനായിട്ട് there is a hole എന്ന് പറയണം. ഓക്കെ, there is a hole in my pocket. A hole is in my pocket എന്നുള്ളത് അത് നമുക്ക് ചിലരൊക്കെ എളുപ്പത്തിന് കമ്മ്യൂണിക്കേഷനകത്ത് ചിലപ്പോൾ പറഞ്ഞേക്കാം, പക്ഷെ അതൊരു റൈറ്റ് ഫോം അല്ല. there is a hole, there is a glass അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, so there is a hole in my pocket. ഓപ്ഷൻ 3. ക്ലിയർ? ഓക്കെ, എന്നാ അടുത്ത ക്വസ്റ്റ്യൻ. അഗെയിൻ ആക്റ്റീവ് പാസീവ് വോയിസ് ആണ്. ക്വസ്റ്റ്യൻ കാണാമല്ലോ. ആക്റ്റീവ് പാസീവ് വോയിസ് ആണ്. ഇത് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ പാസീവിലോട്ട് മാറ്റൂ, പാസീവ് ആണെങ്കിൽ ആക്റ്റീവിലോട്ട് മാറ്റൂ. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതായിരിക്കും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? ആദ്യം ഏത് വോയിസ് ആണെന്ന് പറഞ്ഞേ. ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? ആക്റ്റീവ് ഓർ പാസീവ് വോയിസ്? ഹാസ് ബീൻ മെയ്ഡ്, ഹാസ് ബീൻ മെയ്ഡ്. കണ്ടോ, ഈ ബീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ബീൻ എപ്പോഴാണ് വരുന്നത്? പാസീവ് വോയിസിനകത്താണ് വരുന്നത്. പിന്നെ ബൈയും കിടപ്പുണ്ട്. ഇത്രയും ക്ലൂ പോരെ ഇത് പാസീവ് വോയിസ് ആണെന്ന് അറിയാൻ അല്ലേ? രണ്ട് രീതിയിലുള്ള
കൺവേർഷൻസ് ചോദിക്കാറുണ്ട്, ആക്റ്റീവ് ടു പാസീവും ചോദിക്കാറുണ്ട്, പാസീവ് ടു ആക്റ്റീവും ചോദിക്കാറുണ്ട്. അഗെയിൻ ആക്റ്റീവ് പാസീവ് വോയിസിൽ നിന്ന് വരെ 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് എല്ലാ ഷിഫ്റ്റിലും മാറി മാറി ചോദിക്കുന്നതാണ്. അപ്പോൾ അഗെയിൻ ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസ് ഇത് 3 to 4 ആണ്. അപ്പോൾ തന്നെ എത്രയായി? ഒരു 6 to 8 മാർക്സ് ഇതിൽ നിന്ന് തന്നെയായി. അപ്പോൾ 50 മാർക്കിൽ 6 to 8 മാർക്സ് അത്രയും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉണ്ട്. പിന്നെ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ പാറ്റേൺ ഒക്കെ അറിയാമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമുക്ക് കോംപ്രിഹെൻഷൻ പാർട്ടായിട്ട് ക്ലോസ് ടെസ്റ്റ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്ലോസ് ടെസ്റ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ തന്നെ 25-ൽ 5 എന്ന് പറയുന്നത് ക്ലോസ് ടെസ്റ്റായി. പിന്നെ പാരാജമ്പേഴ്സ് 2 or 3 പാരാജമ്പേഴ്സ് വരാം. അത് ഇത്രയാണ് കോംപ്രിഹെൻഷൻ പാർട്ടിൽ നിന്ന്. പിന്നെ വൊക്കാബിനകത്ത് ചോദിക്കുന്നത് സ്പെല്ലിംഗ്, സിനണിം, ആന്റണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഫ്രേസൽ വെർബ്, ഇത്രയും. അത് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ അങ്ങനെ ചോദിക്കാം, അതല്ലെങ്കിൽ സെൻറ്റൻസിനകത്ത് അങ്ങനെയും ചോദിക്കാം. ഇത്രയും വൊക്കാബ്സിനകത്ത് ഈ 6 പാർട്സ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ 2 or 3 ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെയുള്ള 3 ഗ്രാമറിനകത്തുനിന്ന് ഈ പറഞ്ഞ സ്പീച്ചും വോയിസും വരും. സ്പീച്ച് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നെയായിട്ട് 2 or 3 ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് പാസീവ് വോയിസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് രണ്ടും 2 to 3 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്, എറർ സ്പോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഗ്രാമർ എല്ലാം ഈ 3 ഏരിയകളിലായിട്ട് ഈ ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് CGL വരുന്നത് Tier 1-ന്. ഓക്കെ, അപ്പോൾ ഇത് പാസീവ് വോയിസ് ആണ്. ഇനി നമ്മൾ തിരിച്ചാലോചിക്കുക എങ്ങനെ ഇതിനെ ആക്റ്റീവ് ആക്കാം. ബീൻ എപ്പോഴാണ് വരുന്നത്? പെർഫെക്റ്റ് ഫോം ആകുമ്പം അല്ലേ? ബീൻ വരുന്നത് പെർഫെക്റ്റ് ഫോം ആകുമ്പം. ഏത് പെർഫെക്റ്റാ? കണ്ടോ, ഹാസ് കിടക്കുന്നുണ്ടോ? പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ത് ചെയ്യും നോക്കിക്കേ. ഏതാ പ്രസന്റ് പെർഫെക്റ്റ്? ഹാസ് മെയ്ഡ് പ്രസന്റ് പെർഫെക്റ്റാ? ഹാഡ് അല്ല, പോയി. വിൽ മേക്ക് അല്ല, ഇസ് മേക്കിംഗ് അല്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1. അപ്പോൾ ടെൻസ് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടി. ഇനി അത് കറക്റ്റ് ആണോ എന്നും കൂടെ നോക്കുക. സബ്ജക്റ്റ് എന്താണ്? കംപ്ലൈൻറ്റ്. ഇതാണ് സബ്ജക്റ്റ്. ഓക്കെ, ബൈ ആരാ? ഹിം. ഒബ്ജക്റ്റ്. അപ്പോൾ തിരിച്ചിട്ടോ, ഹി ഹാസ് മെയ്ഡ് എ കംപ്ലൈൻറ്റ്. ആർക്കെതിരായിട്ടാ? ബാക്കി അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എഗൻസ്റ്റ് എ പുവർ സർവീസ് ഓഫ് ദ ഹോട്ടൽ സ്റ്റാഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഹാസ് മെയ്ഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് അപ്പുറത്തൊരു ബീൻ മാത്രം കൊടുത്തത്. അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. അപ്പോൾ ടെൻസ് കണ്ടുപിടിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ആക്റ്റീവിനെ പാസീവ് ആക്കി മാറ്റാം. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് അഡ്മിഷൻസിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഈ തന്നിരിക്കുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ജോയിൻ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടോ. സെലക്ട് ദ സെൻറ്റൻസ് ഇൻ വിച്ച് എ വേർഡ് ഇസ് ഇൻകറക്റ്റ്ലി സ്പെൽഡ്. ഓക്കെ, ഏതോ സെൻറ്റൻസിൽ ഒരു റോങ് സ്പെല്ലിംഗ് ഉണ്ട്. അത് ഏത് സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ, സ്പെല്ലിംഗ് സാധാരണ ഒരു വേർഡിൻ്റെ തന്നെ പല വേർഷൻസ് വരാം. എന്നിട്ട് അത് കറക്റ്റ് ആണോ, കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് വേർഡ്സ്, 4 ഡിഫറെൻറ്റ് വേർഡ്സ് വന്നിട്ട് അതിലെ കറക്റ്റ് ഏതാ റോങ് ഏതാ അങ്ങനെ ചോദിക്കാം. ഇത് കണ്ടോ വന്നിരിക്കുന്നത് കണ്ടോ. ഇതിലെന്താ വന്നിരിക്കുന്നത്? 4 സെൻറ്റൻസസ് വന്നിട്ടുണ്ട്. 4 സെൻറ്റൻസസ് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മൾ റോങ് സ്പെല്ലിംഗ് ഉള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പറയും. He hoped that he had won the prestigious award. I could never be as talented as him. His breath smelled of garlic. A woman gasped in horror at the sight of him. Okay. ഏതായിരിക്കാം ഇൻകറക്റ്റ് സ്പെല്ലിംഗ്? അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് ഇച്ചിരി ഗ്രാമറും കൂടെ ഇതിനകത്ത് മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. എന്തായിരിക്കാം ആൻസർ? പറയൂ. ശരിക്കും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഹി ഹോപ്ഡ് ദാറ്റ് ഹി ഹാഡ് വൺ ദ പ്രസ്റ്റീജിയസ് അവാർഡ്. അവൻ പ്രതീക്ഷിച്ചു അവനായിരിക്കും അത് വിൻ ചെയ്തതെന്ന് അല്ലേ. അപ്പോൾ അവിടെ സ്പെല്ലിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, ഗ്രാമർ എറർ ഒന്നുമില്ല, അത് കറക്റ്റാണ്. ഐ കുഡ് നെവർ ബി ആസ് ടാലൻറ്റഡ് ആസ് ഹിം. ആസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഡിഗ്രി, അതും ഓക്കെ, അവിടെയും എറർ ഒന്നുമില്ല. 4th one, a woman gasped in horror at the sight of him. പെട്ടെന്ന് അവനെ കണ്ടപ്പോഴത്തേക്കും അങ്ങ് പേടിച്ചു പോയി. അവിടെയും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി ഹിസ് ബ്രീത്ത് ആണോ ബ്രെത്ത് ആണോ?
ഹിസ് ബ്രീത്ത് സ്മെൽഡ് ഓഫ് ഗാർലിക് ആണോ, ബ്രെത്ത് സ്മെൽഡ് ഓഫ് ഗാർലിക് ആണോ? ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത്, BREATHE. ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയത്തില്ല ഇൻഹെയിൽ എക്സ്ഹെയിൽ അല്ലേ? അപ്പോൾ അതെന്താണ്? ബ്രീത്ത്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അത് വേർബായിട്ടാണ്. ആ ബ്രീത്തിൻ്റെ സ്പെല്ലിംഗ് ഇയും കൂടെ ഉണ്ട്. ഇത് വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഈ ബ്രീത്ത് എന്ന് പറയുന്നത് വേർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹിസ് ബ്രീത്ത് എന്നാണോ, അവിടെ വേർബാണോ വരേണ്ടത്? അല്ല, അവിടെ ഒരു നൗണാണ് വരേണ്ടത്. നൗൺ ആണെങ്കിൽ അത് ബ്രെത്ത് എന്നാണ്. ബ്രെത്ത്. ഓക്കെ, ഹിസ് ബ്രെത്ത് എന്ന് വരണം. അപ്പോൾ ഇവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. തേർഡ് പാർട്ടിലാണ് എറർ. കണ്ടോ, കുഞ്ഞു സാധനമാണ് അവിടെ ബ്രെത്ത് എന്നുള്ളത് നൗണാണ്. ഇപ്പം ക്ലിയർ ആണോ? അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഗ്യാസ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗ്യാസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വായും പൊളിച്ചിരിക്കുക അങ്ങനെ നമ്മൾ പറയത്തില്ല. അതാണ് അപ്പോൾ പേടിച്ച് അങ്ങ് വാ പൊളിച്ചിരുന്നു എന്നുള്ളൊരിതാണ്. അവനെ കണ്ടതും അങ്ങ് പേടിച്ചങ്ങ് വാ പൊളിച്ചിരുന്നു, ആ ഒരു മീനിങ് ആണേ. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ അവർ കൃത്യം പറഞ്ഞിട്ടുണ്ട്, സ്പെല്ലിങ്ങിലാണ് മിസ്റ്റേക്ക് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ഗ്രാമറിനകത്തായിരിക്കും മിസ്റ്റേക്ക്, പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബ്രെത്തും ബ്രീത്തും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയത്. അപ്പോൾ ബ്രെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, ബ്രീത്ത് എന്ന് പറഞ്ഞാൽ വേർബ്. ഓക്കെ, വേർബായിട്ട് വരുമ്പോഴാണ് ഇ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് എന്നുള്ളതുണ്ടല്ലോ, പ്രാക്ടീസ് സി വരുമ്പം അത് നൗണാണ്. എന്നാൽ പ്രാക്ടീസ് എസ് വരുമ്പം അത് വേർബാണ്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും എന്തോ അവർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് വിചാരിക്കും. കാരണം ഒരിടത്ത് സി, ചിലയിടത്ത് എസ്, അങ്ങനെയല്ല. പ്രാക്ടീസ് സി എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്. ദേ വെൻ ഫോർ പ്രാക്ടീസ്, അവിടെ സി ആണ്. പിന്നെ വേറെ പറയാം, ഹി വാസ് പ്രാക്ടീസിങ് ത്രൂ ഔട്ട് ദ ഡേ, അവിടെ വേർബാണ്, അപ്പോൾ എസ് വരും. ഹി വാസ് പ്രാക്ടീസിങ്. മനസ്സിലായി? സെയിം സാധനം തന്നെ നമുക്ക് അഡ്വൈസിനകത്തും പറയാം. CE ഉണ്ട്, SE ഉണ്ട്. ഷീ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്, ഓർ ഷീ ഗേവ് മീ അഡ്വൈസ്, അങ്ങനെയും പറയാം. അത് എന്താണ്? നൗൺ ആണ്, അവിടെ CE ആണ്. പക്ഷേ ഷീ അഡ്വൈസ്ഡ് മീ, അവിടെ എന്ത് വരണം? എസ് കൊടുക്കണം. ഷീ അഡ്വൈസ്ഡ് മീ. ക്ലിയർ? അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള എക്സാമ്പിൾസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രെത്തും ബ്രീത്തും രണ്ടും രണ്ട് ഫോംസ് ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. When those thugs come near you, run at the drop of a hat. ഇഡിയമാണേ. എന്താണ് ആൻസർ? Run at the drop of a hat. At the drop of a hat എന്ന് പറഞ്ഞാൽ എന്താണ്? വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പിനായിട്ട് അവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഈസി ആണ്. When those thugs come near you, അതായത് നമുക്ക് എന്താ പറയുക, ഉള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉള്ള വയ്യാവേലി എല്ലാം വരിക നമ്മൾ പറയത്തില്ലേ, അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ റൺ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അതായത് ഹാറ്റ് നമ്മളങ്ങ് എറിയുന്നതും പെട്ടെന്ന് താഴെ വീഴത്തില്ലേ? അല്ല, നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മളങ്ങ് എറിയുന്നു, അത് പെട്ടെന്ന് അതങ്ങ് താഴെ വീഴുന്നു. അപ്പം ആ ഗ്യാപ്പിനകത്ത് മീൻസ് പെട്ടെന്ന് താഴെ വീഴുമല്ലോ, എന്തെങ്കിലും സമയം എടുക്കുമോ? ഇല്ല. അപ്പോൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാറ്റ് വീഴുന്ന അത്രയും സമയം കൊണ്ട്, അത് എത്ര സെക്കൻഡ്സ് എടുക്കുമോ? ഇല്ല അല്ലേ? അപ്പം എന്ത് സാധനമാണെങ്കിലും താഴോട്ട് വീഴാന്ന് പറഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ താഴോട്ട് വീഴും. ഒരു ഹാറ്റ് നമ്മൾ നിലത്തിടുമ്പോൾ ആ വീഴുന്ന അത്രയും സമയം കൊണ്ട്, അതാണ് മീനിങ്. അതായത് പെട്ടെന്ന് തന്നെ എത്തും, ഒരു ഡിലേ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 4, വിത്തൗട്ട് ഡിലേ. അപ്പോൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വീഴുന്നു, ഒരു ഡിലേ ഒന്നും ഇല്ല എന്നാണ്, വിത്തൗട്ട് ഡിലേ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വേഗം അങ്ങ് ഓടിക്കോണം എന്നാണ്. പിന്നെ താമസിച്ചേക്കരുത്, അപ്പം തന്നെ സ്ഥലം വിട്ടോണം എന്നതാണ്. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോസ് ടെസ്റ്റാണ്. ഓക്കെ, ക്ലോസ് ടെസ്റ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പാസേജ് ഒന്ന് വായിക്കുക. പാസേജ് വായിച്ചോളൂ. ക്ലോസ് ടെസ്റ്റിൽ ഇതുപോലെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു പാസേജ് തന്നിട്ട് 5 ബ്ലാങ്ക്സ് തരും. ആ 5 ബ്ലാങ്ക്സിന് നമുക്ക് ഓപ്ഷൻസ് കാണും, കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ്
ഇതാ ഞാൻ പറഞ്ഞു 25-ൽ 5 ക്വസ്റ്റ്യൻസ് ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ 10 മാർക്ക് ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഇൻ ഡൽഹി, while the bigger schools transport their students in their own or hired buses, others rely on vans, autos and e-rickshaws where many reckless drivers pack in too many children and drive dash, often causing accidents. Delhi's situation ആണ്. Many parents take time off their daily dash to do school runs. Some use vehicles while others just walk their children to school. ചിലർ വണ്ടി കൊണ്ടുവിടും, ചിലർ നടത്തി വിടും. 2 months ago, it was reported how in the dash of road crossing facilities near schools, a bunch of parents were taking turns to play traffic marshals. Okay, parents തന്നെ അവസാനം ട്രാഫിക് റോൾ പ്ലേ ചെയ്യാൻ തുടങ്ങി. Not so long ago, children could just walk or cycle to their schools, private tuition classes or sports practice. In fact, school authorities dash to admit students living within walkable distances so that they wouldn't have to take the school bus or public transport. As Delhi grew, its children dashed not only traffic broken infrastructure but also violence, air pollution and overcrowded living conditions. Okay, അപ്പോൾ നമുക്കിനി പാസേജ് വായിച്ചല്ലോ, ഓപ്ഷൻസ് കൂടെ ഞാൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ക്ലോസ് ടെസ്റ്റ് ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടും. പ്ലസ് ഓക്കെ കുറേ എണ്ണം ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യണം എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടും. കാരണം സെയിം പാസേജ് ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ in Delhi, while the bigger schools transport their students in own or hired buses, others rely on, okay, ഇനി where many reckless drivers, reckless എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് പാക്ക് ഇൻ ടു മെനി ചിൽഡ്രൻ ആൻഡ് ഡ്രൈവ് എങ്ങനെ അവർ ഡ്രൈവ് ചെയ്യും? അവരിങ്ങനെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ അങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് പുഷ് ചെയ്ത് അങ്ങ് വെക്കും അല്ലേ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും അവർ ഓടിക്കുന്നത്? ഹംബ്ലി, വളരെ വിനയത്തോടെ എന്നാണോ? അല്ല. പിന്നെ കോമൺലി അല്ല. പിന്നെ ഡിസൈസിവ്ലി എന്ന് പറഞ്ഞാൽ ചതിയോടെ, ചതി വഞ്ചന എന്നല്ല, വളരെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യും അല്ലേ. ഡ്രൈവ് ചെയ്യുന്നത് റാഷായിട്ടായിരിക്കും. ഓഫൻ കോസിങ് ആക്സിഡൻറ്റ്സ്. അപ്പോൾ വളരെ റാഷായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അടുത്തതോ, മെനി പേരൻസ് ടേക്ക് ടൈം ഓഫ് ദിയർ ഡെയിലി ഡാഷ് ടു ഡു സ്കൂൾ റൺസ്. പല പേരൻസും അവരുടെ ഡെയിലി എന്തോ മാറ്റി വെച്ചിട്ടാണ് സ്കൂളിന് വേണ്ടി അല്ലേ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എന്താ അവർ മാറ്റി വെക്കുന്നത്? ദിയർ ഡെയിലി ഹാബിറ്റ്, റുട്ടീൻസ്, പ്രോബ്ലംസ്, ടാസ്ക്. ഡെയിലി പ്രോബ്ലംസ് അല്ല, ഡെയിലി ടാസ്ക് അല്ല, ഡെയിലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെയിലി റുട്ടീനാണ് കേട്ടോ. ഡെയിലി റുട്ടീൻ, ദിയർ ഡെയിലി റുട്ടീൻസ്. അപ്പം പല പേരൻസും അവരവരുടെ ഡെയിലി റുട്ടീൻസ് വരെ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൻ്റെ കാര്യത്തിനായിട്ട് ഇറങ്ങും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് 3 and 4 കാണാമല്ലോ. 2 months ago, it was reported how in the dash of road crossing facilities near schools, a bunch of parents were taking turns. Okay, 2 months ago, it was reported how in the dash of road crossing facilities near school. How in the dash of reference of road crossing facilities. അവിടെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു റെഫറൻസ് ഒന്നും ഇല്ല. പിന്നെ ആബ്സെൻസ് ആണോ? മീനിങ് വെച്ച് നോക്കുമ്പം അല്ലേ, സ്കൂളിൻ്റെ അടുത്ത് റോഡ് ക്രോസിംഗ് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ പേരൻസിന് മാറി മാറി റോൾ എടുക്കേണ്ടി വന്നത് അല്ലേ. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളതിൻ്റെയും കൂടെ മീനിങ്ങും കൂടെ ഒന്ന് നോക്കുക. നോൺ കോംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കോംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ എന്നാണ്. ഓക്കെ, എന്താണോ ശരിക്കും വരേണ്ടത് അതിൻ്റെ ഒരു ഫെയിലിയർ എന്നാണോ അതോ ഒരെണ്ണം കൂടെ ഉണ്ട്, ഡിഫെൻസ്. ഓക്കെ, ഡിഫെൻസ്, അതിൻ്റെ മീനിങ് എന്താണ്? ഡിഫെൻസ്. കാരണം നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഡിഫെൻസ് പറഞ്ഞാൽ നമ്മൾ ഡിഫൈ ചെയ്ത്, അതായത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്ത് നിൽക്കുക എന്നാണ്. അപ്പോൾ അവിടെ റോഡ് ക്രോസിംഗ് ഫെസിലിറ്റീസിനെ നമ്മൾ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. പിന്നെ എന്താണ്? അവിടെ ഇല്ല എന്നാണോ, അതായത് ആബ്സെൻസ് ഓഫ് ഫെസിലിറ്റീസ് ആണോ, അതോ അവിടെ ഫെയിലിയർ ആണോ? അത് രണ്ടും വേണമെങ്കിൽ വരാം അല്ലേ. അപ്പോൾ അതിലെ ബെറ്റർ വൊക്കാബുലറി നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ബെറ്റർ വൊക്കാബുലറി ചൂസ് ചെയ്യുക.
അപ്പോൾ ആബ്സെൻസ് ഓഫ് ആണോ അതോ നോൺ കോംപ്ലയൻസ് ആണോ? അത് രണ്ടും ഓക്കെയാണ് അല്ലേ, രണ്ടും നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലേതായിരിക്കാം ബെറ്റർ വൊക്കാബുലറി? റോഡ് ക്രോസിംഗ് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്തോ ഒരു ഫെയിലിയർ മൂലം ആയിരിക്കാം എന്ത് പറ്റിയത്? 2 months ago it was reported how in the of road crossing facilities near schools a bunch of parents were taking turns to play traffic marshals അല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് കാരണമായിരിക്കും അവിടെ? ഫെയിലിയർ ആണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. ചില സമയത്ത് നമ്മുടെ ട്രാഫിക് സിസ്റ്റം ഒക്കെ ചിലപ്പം ഫെയിലായി പോവാം, അവിടെ വർക്ക് ചെയ്യാണ്ടാവാം. അതാണോ അതോ അങ്ങനെ ഇല്ലാതിരുന്നു എന്നതാണോ, ആബ്സെൻസ് എന്നാണോ വരേണ്ടത്? ഇവിടെ ആബ്സെൻസ് ആണ്. കാരണം ബെറ്റർ വൊക്കാബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ കോംപ്ലക്സ് ആയിരിക്കും, പക്ഷേ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ടേൺ ബൈ ടേൺ ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്നാൽ പിന്നെ അവിടെ വർക്ക് ചെയ്യാണ്ട് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ആയിക്കൂടെ എന്ന് അങ്ങനെയും വരാം അല്ലേ. പക്ഷേ 2 months ago ഇങ്ങനെയൊരു സംഭവം, അപ്പോൾ അത് ചിലപ്പം സ്ഥിരമായിട്ടുണ്ടാവും. അപ്പം മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് ആബ്സെൻസ് ഓഫ് എന്നാണ്. ആബ്സെൻസ് ഓഫ് സംതിങ് എന്നാണ് പറയുന്നത്. ആബ്സെൻസിൻ്റെ കൂടെ ഓഫ് എന്നുള്ള പ്രൊപ്പോസിഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. നോൺ കോംപ്ലയൻസ് വേണമെങ്കിൽ വരാം, പക്ഷേ ആബ്സെൻസിൻ്റെ കൂടെ ഓഫാണ് ബെറ്റർ. അതുകൊണ്ട് ഇനി നാലാമത്തെ നോക്കാം. ഇൻഫാക്ട് സ്കൂൾ അതോറിറ്റീസ് ഡാഷ് ടു അഡ്മിറ്റ് സ്റ്റുഡൻസ് ലിവിങ് വിത്തിൻ വാക്കബിൾ ഡിസ്റ്റൻസ്. സ്കൂൾ അതോറിറ്റീസ് എന്ത് ചെയ്തു? സ്കൂൾ അതോറിറ്റീസ് അതെന്താ ചെയ്തത്? സ്കൂൾ അതോറിറ്റീസ് സ്കൂൾ അതോറിറ്റീസ് റെസ്ക്യൂ ചെയ്തോ? ആരെങ്കിലും റെസ്ക്യൂ ചെയ്തോ? ഒരിക്കലും ഇല്ല. സ്കൂൾ അതോറിറ്റീസ് എന്താണേലും റെസ്ക്യൂ ചെയ്തിട്ടില്ല. ബാക്കി അതല്ല, റെസ്ക്യൂ അല്ല, ബാക്കി സ്കൂൾ അതോറിറ്റീസ് ഗൈഡ് ചെയ്തോ, ആഡ് ചെയ്തോ, പ്രിഫർ ചെയ്തോ? ഇല്ല. സ്കൂൾ അതോറിറ്റീസ് എന്നാ എന്നറിയോ? അവർ തൊട്ടടുത്തുള്ള അവരുടെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ വോക്കബിൾ ഡിസ്റ്റൻസിൽ വരാൻ പറ്റുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പ്രിഫർ ചെയ്തു. ദേ പ്രിഫേർഡ് അല്ലേ. കാരണം ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അവരെന്താണ്, സ്കൂൾ അതോറിറ്റീസ് പ്രിഫർ ചെയ്ത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാമെന്നാണ്? വോക്കബിൾ ഡിസ്റ്റൻസ്, ആ ഏരിയയിൽ ആ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെ മാത്രം അഡ്മിറ്റ് ചെയ്യാമെന്ന് അവർ പ്രിഫർ ചെയ്തു. And the last question, as Delhi grew, its children dashed not only traffic. As Delhi grew, its children faced ആണോ, റിപ്ലൈഡ് ആണോ, കോൾഡ് ആണോ, റിലൈഡ് ആണോ? അവർ റിപ്ലൈ എന്തോ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ കോൾ ചെയ്തോ? അല്ല, പിന്നെ റിലൈ ഓൺ വരണം. റിലൈയുടെ കൂടെ എപ്പോഴും ഓണാണ് വരുന്നത്. ഇവിടെ ഓൺ കിടപ്പില്ലല്ലോ, അതുകൊണ്ട് അതല്ല. പിന്നെയോ, ആസ് ഡൽഹി ഗ്രൂ ഇറ്റ്സ് ചിൽഡ്രൻ ഫേസ്ഡ് എന്നാണ്. ദ ചിൽഡ്രൻ ഫേസ്ഡ് നോട്ട് ഓൺലി ട്രാഫിക്. അതായത് ഡൽഹി വളർന്നതോടും ഈ കുട്ടികൾ എന്താണ്, ട്രാഫിക് മാത്രമല്ല അവിടുത്തെ ബ്രോക്കൺ ഇൻഫ്രാസ്ട്രക്ചർ, വയലൻസ്, എയർ പൊല്യൂഷൻ, പിന്നെ ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻസ്, ഇതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നു. അപ്പം ഡൽഹി വളരും തോറും കുട്ടികൾ ഇതെല്ലാം ഫേസ് ചെയ്തു എന്നതാണ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസ് ടെസ്റ്റ്. അപ്പം ഈ ക്ലോസ് ടെസ്റ്റിൻ്റെ 5 ക്വസ്റ്റ്യൻസ് എളുപ്പമല്ലേ? അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ SSC CGL എഴുതുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക് യു സോ മച്ച്. അവർക്കെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. കീപ് വാച്ചിങ്, ഡു പ്രാക്ടീസ്. താങ്ക് യു.